ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്നല്ലോ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും ആശീർവദിക്കും ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന പഠനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ തൃക്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പഠനം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണം. കർത്താവെ, സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. തിരുനാമ മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടിക്കല സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊത്തായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം 111 സങ്കീർത്തനം 11 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ഇന്നത്തെ ക്ലാസ്സിലും നമുക്കതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 111 സങ്കീർത്തനം 11 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ബുദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ബുദ്ധി എന്ന് പറയുന്നത് എന്തുവാണ്, അതിനുള്ള നിർവചനം നാം കാണുവാനിടയായി തീർന്നു. അതിനുശേഷമായി നാം ചിന്തിച്ചത് തിരുവചനം പഠിക്കുമ്പോൾ മനുഷ്യരാശിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധിയെക്കുറിച്ച് 7 തരത്തിൽ ബുദ്ധിയെക്കുറിച്ച് നാം തിരുവചന വെളിച്ചത്തിൽ നാം ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബുദ്ധി എന്നുള്ള വിഷയത്തിൻ്റെ മറ്റൊരു തലം കൂടെ ചിന്തിച്ച് ആ ഭാഗം ക്ലോസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇങ്ങനെ പറയാനിടയിൽ തീർന്നല്ലോ, ലോക ജനതയെ തന്നെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ബുദ്ധി ഉള്ളവരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും 2 സെക്ഷനായി വേർതിരിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. അതിൽ രണ്ടാമത്തെ വിഭാഗമായിരിക്കുന്ന ബുദ്ധിയില്ലാത്തവർ എന്നുള്ള ഭാഗം ചിന്തിക്കുമ്പോൾ അവരെ പ്രധാനമായും 4 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തിരുവചനത്തിൽ. 1, ബുദ്ധിയില്ലാത്തവർ. മത്തായി സുവിശേഷം 25 അധ്യായം അതിൻ്റെ 2 വാക്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉറപ്പിച്ചതാണ്, അതുകൊണ്ട് വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 2, ബുദ്ധിഹീനൻ. സദൃശവാക്യം 1:22 വാക്യം വായിക്കുമ്പോൾ ബുദ്ധിഹീനൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തീത്തോസ് 3:3 വാക്യം വായിക്കുമ്പോൾ ബുദ്ധികെട്ടവൻ എന്നുള്ള ഒരു പദം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 4, ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 25 വാക്യത്തിൽ മന്ദബുദ്ധികളെ എന്ന് സംബോധന ചെയ്യുന്ന കർത്താവ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട 3-4 കാര്യം എടുത്ത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുദ്ധിയില്ലാത്തവർ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ തരത്തിൽപ്പെട്ട വിഭാഗത്തിലുള്ള ആൾക്കാർ ബുദ്ധിയില്ലാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനത്തിൽ നാം മനസ്സിലാക്കാൻ ചിന്തിക്കാനിടയത്തുള്ള ബുദ്ധി എന്നത് സംഭവിച്ചതും സംഭവിക്കാത്തതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ കാര്യങ്ങളും ദൈവത്തിൻ്റെ തത്വങ്ങളെയും പ്രകൃതി വികൃതി പദാർത്ഥങ്ങളെയും ഗുണദോഷങ്ങളെയും വിവേചിച്ച് മനസ്സിലാക്കുന്ന കഴിവിനെയാണ് ബുദ്ധി എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെയും ദോഷങ്ങളെയും വിവേചിച്ച് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാനുള്ള ആ പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അതാണ് ബുദ്ധി എന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഇപ്പോൾ രണ്ടാമത്തെ വിഭാഗമായിരിക്കുന്ന ബുദ്ധിയില്ലാത്തവർ എന്നുള്ള വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിൽ നിന്നും ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. ബുദ്ധിയില്ലാത്തവർ 4 കൂട്ടരെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവരെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമാന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ ലക്ഷണം എന്താണ് എന്നാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബുദ്ധിയില്ലാത്തവരെക്കുറിച്ച് എങ്ങനെ ദൈവവചനം പറയുമ്പോൾ ബുദ്ധിയുള്ളവരുടെ ലക്ഷണം എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് 1-2 വാക്യത്തിൽ കൂടി നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ബുദ്ധിമാൻ്റെ ലക്ഷണം ഹെഡിങ് കൊടുക്കേണ്ടത്, എഴുതാൻ താല്പര്യമുള്ളവർ എഴുതിയെടുക്കുകയാണെങ്കിൽ ബുദ്ധിമാൻ്റെ ലക്ഷണം. ഒന്നാമത് നാം ചിന്തിക്കുമ്പോൾ 53-ാം സങ്കീർത്തനം 2-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നു മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇവിടെ സങ്കീർത്തനത്തിൽ നാം വായിച്ചു കേട്ടിരിക്കുന്നത് 53-ൻ്റെ 1-ാമത്തെ വാക്യം, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നാണ് നാം വായിച്ചു കേട്ടിരിക്കുന്നത്. ഇത് ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. എൻ്റെ പശ്ചാത്തലമൊന്നും സങ്കീർത്തനത്തെക്കുറിച്ച് വിവരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ വിഷയം ബുദ്ധിമാൻ്റെ ലക്ഷണം എന്നാണ്. അപ്പോൾ ഒന്നാമത് ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, എഴുതിയിടേണ്ടത് ഒന്നാമത്തെ പോയിൻ്റ്, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അവർ ദൈവത്തെ അന്വേഷിക്കും. 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവർ ദൈവത്തെ അന്വേഷിക്കും. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം ഉണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സവിസ്താരമായിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമുണ്ട്. ഈ ലോകത്തേക്ക് നമുക്ക് ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉള്ളവരുണ്ട്. പ്രപഞ്ചത്തിന് പിമ്പിൽ സൃഷ്ടിതാവായ ഒരാളത്വം ഇല്ല. പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമല്ലാത്തതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൂട്ടരുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഒരു ഗ്രൂപ്പുകാർ. ദൈവം പ്രപഞ്ചമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ. പ്രപഞ്ചം പ്രകൃതി തന്നെയാണ് ദൈവമെന്നും മനുഷ്യനുൾപ്പെടെയുള്ള സർവ്വതും പ്രപഞ്ചമാണ് നിയന്ത്രിക്കുന്നതെന്നാണ് അങ്ങനെ ഒരു കൂട്ടർ. ദൈവത്തെ മനുഷ്യരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും വിഭിന്നമായി കാണുവാൻ പാടില്ല. എല്ലാറ്റിലും ദൈവമുണ്ട്, എല്ലാം ദൈവമാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ പല ഗ്രൂപ്പിൽ ഉള്ളതായിട്ട് ഞാൻ വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പല ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഈ ലോകത്തുള്ളതായിട്ട് നമുക്ക് ശാസ്ത്രീയമായി നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ, ഈ ബുദ്ധിമാൻ്റെ ലക്ഷണം, ഒരു ബുദ്ധിമാൻ ആയിരിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. ആ ദൈവം ആരാണ്, ആ ദൈവം എന്നിത്യാദി കാര്യങ്ങൾ അവർ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുവാനിടയായിത്തീരും. അതാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഒറ്റ വാക്കിലൊന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട് കാണുവാൻ എന്ന് പറഞ്ഞാൽ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലുണ്ടായി എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചനന്തരം ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടു ചെന്നാക്കി എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരോട് ചില കൽപ്പനകൾ കൊടുത്തു. എന്നാൽ ആ വിലക്കപ്പെട്ടതായിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അനുസരണക്കേട് അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുവാനിടയായിത്തീർന്നു, പാപത്തിൽ വീഴുവാനിടയായിത്തീർന്നു. അങ്ങനെ പാപത്തിൽ വീണതായിരിക്കുന്ന മനുഷ്യനെ ദൈവം അവിടുന്ന് ഇറക്കി വിടുവാനിടയായിത്തീർന്നു. അവരുടെ ഒരു പ്രോമിസ് ചെയ്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് അവരുടെ ഒരു വാഗ്ദത്തം കൊടുത്തു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു വാഗ്ദത്തം കൊടുക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഓരോ തലമുറ അന്ന് മുതൽ ജനം പിന്നെയും പാപത്തിൽ വീണുകൊണ്ടിരുന്നു. ഓരോ തലമുറയും വഷളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തലമുറയിലും ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഓരോ തലമുറയിലും ദൈവത്തെ അന്വേഷിക്കുന്ന, എന്നെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ബുദ്ധിമാനായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കുന്ന വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരെയും കാണുവാനിടയായിത്തീർന്നില്ല. എന്നാൽ 7-ാം തലമുറ വന്നപ്പോൾ ഒരു വ്യക്തിയെ അവിടെ കണ്ടുപിടിക്കാനിടയായിത്തീർന്നു. അവൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ വിഷയമല്ലാത്തതിനെ ഓടിച്ചു പോട്ടെ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ തലമുറയിലും പിന്നെ നമ്മൾ 10-ാം തലമുറ വരുമ്പോൾ ഒരു നോഹയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ നോഹയിൽ കൂടി ഒരു പുതിയ തലമുറയെ ദൈവം വാർത്തെടുത്തു. അന്നുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. പുത്തൻ തലമുറയെ വാർത്തെടുത്തു. എന്നാൽ ഇതിനും ശേഷമായി പാപം പിന്നെയും ലോകത്തിൽ പ്രവേശിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ തലമുറയിലും അങ്ങനെ ആരെയും കാണില്ല. പിന്നെയും ജനം പാപത്തിൽ വീണുകൊണ്ടിരുന്നു. 20-ാമത്തെ തലമുറയിൽ ദൈവം അബ്രഹാമിൽ കൂടി ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഓരോ തലമുറ വനയത്തോടുവിൽ 62-ാമത്തെ തലമുറയിലാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടതായിരിക്കുന്ന മശിഹ ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു പിറന്നു വീഴുവാനിടയായിത്തീർന്നത്. അപ്പോൾ ഈ വാക്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ നാം ഉൽപ്പത്തി പുസ്തകം മുതൽ നാം ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതാത് തലമുറയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തലമുറയിലും ദൈവം കാണാതെ വന്നപ്പോൾ ചില തലമുറയിൽ കൂടി ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തായിട്ട് കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ തലമുറയിലും ദൈവം മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ യഥാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ജീവനുള്ള ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ അനുഗ്രഹിക്കുവാൻ, അവനോട് ഇടപെടുവാൻ, അവരോട് സംസാരിപ്പാൻ, അവനോട് കൂടെ വാഴുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിലെ പശ്ചാത്തലം അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണമാണെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരാംശം. അങ്ങനെയെങ്കിൽ ഇനി ദൈവത്തെ അന്വേഷിക്കുന്ന ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ചില ഗുണങ്ങൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനത് വിഷയം പിന്നാലെ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വിവരിക്കപ്പെടുന്നില്ല. ഒന്നാമത്, ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ അതാത് തലമുറയിൽ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയതുപോലെ നാം നമ്മുടെ തലമുറയിൽ എപ്രകാരമായിരിക്കുന്ന ഒരു ആത്മീക ദൂതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ നാം എപ്രകാരമായിരിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർ ആണോ എന്ന് ഇന്ന് ഈ ക്ലാസ്സിൻ്റെ ഈ ടൈമിൽ നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബുദ്ധിമാൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയപ്പെടുന്നത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കും. രണ്ടാമത്തെ ഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാമത് വാക്യം. മത്തായി സുവിശേഷം 7:24 വായിക്കുന്നു: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബുദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാരംഭമായി നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നു. കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ താൻ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടാണ് താൻ ജനങ്ങളെ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനൊക്കെ ഇടയായിത്തീർന്നത്. അപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. 2 ഭവനത്തിൻ്റെ പണികളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാറമേൽ വീട് പണിത ഒരു വ്യക്തി, മണലിന്മേൽ വീട് പണിത ഒരു വ്യക്തി.
പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മണലിന്മേൽ വീട് പണിത് ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻ. 2 ഭവനത്തിൻ്റെ പണികളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ബുദ്ധിയുള്ള മനുഷ്യൻ വളരെ അടിസ്ഥാനപരമായി അതിൻ്റെ ഉറപ്പേറിയ സ്ഥലത്തു നിന്നും ആ ഭവനത്തിൻ്റെ പണി തുടങ്ങിയതായിട്ടും ആ ഭവനം പ്രതിസന്ധി വന്നപ്പോൾ അത് നിലനിന്നതായിട്ടുമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ ഭവനം പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ, കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടായ നിമിഷത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ അത് വീണു പോകാനിടയിൽ തീർന്നു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നാണ് വായിച്ചു കേൾക്കുവാനിടയിൽ തീർന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണം പാറമേൽ വീട് പണിയുന്നവൻ ആയിരിക്കണം. ആത്മീയ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ പാറ ആരെയാണ് സൂചിപ്പിക്കുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നു. 3ഉം 4ഉം കൂടെ, അല്ല 1 മുതൽ വായിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവിടെ നാം കേട്ടിരിക്കുന്നത് ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നവിടെ വായിക്കുന്നു. അപ്പം ആത്മീയ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ പാറമേൽ വീട് പണിതിരിക്കുന്ന എന്ന് പറയുന്നത്, പാറ എന്ന് പറയപ്പെടുന്നത് ആത്മീയ തലത്തിൽ ക്രിസ്തുവിനെയാണ് സൂചിക്കപ്പെടുന്നത്. ദൈവവചനം മർമ്മപ്രധാനമായിരിക്കുന്നതാണ്. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ആത്മീയ തലവും കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആത്മീയമായി നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരുന്നില്ല. നാം അതിനെ വെറും ഒരു ഉപമയായിട്ടോ അല്ലെങ്കിൽ ഒരു കഥയായിട്ടോ ഒരു സംഭവമായിട്ടോ വായിച്ചാൽ അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. എന്നാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് അന്നും ഇന്നും ഇത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മീയമായിരിക്കുന്ന ഒരു ചിന്ത ഉളവാകണം. ആത്മീയത്തിൽ നാം വളർച്ച പ്രാപിക്കണം. ആത്മീയത്തിൽ അവർ അത് നിലനിൽക്കണം. ആത്മീയത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നവരായിരിക്കണം. അതാണ് ഒരു ഉപമയിൽ കൂടിയാണെങ്കിലും ഒരു സംഭവത്തിൽ കൂടിയാണെങ്കിലും ഒരു കഥയിൽ കൂടിയാണെങ്കിലും കർത്താവ് നമ്മോട് അന്നും ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, വചനത്തിൽ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആത്മീയാർത്ഥം. ആ ചിന്തയിൽ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ അർത്ഥം പാറ എന്ന് പറയപ്പെടുന്നത് യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നോട് പറയുമ്പോൾ പാറമേൽ നാം വീട് പണിയുന്നവർ ആയിരിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പറയുമ്പോൾ നമ്മൾ ക്രിസ്തീയ ഭവനം അല്ലെങ്കിൽ നമ്മൾ ഒരു ദൈവ പൈതൽ ക്രിസ്തു ആകുന്ന പാറമേൽ ആശ്രയിക്കുന്നവരായിരിക്കണം എന്നവിടെ സൂചിപ്പിക്കുന്നു. 40-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ 1-2 വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് വായിക്കുന്നു. ഇപ്പോൾ പാറമേൽ നിർത്തി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. നമ്മുടെ നിൽപ്പിടം പാറമേലാണെങ്കിൽ നാം ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം ക്രിസ്തുവാകുന്ന, ഇവിടെയും അർത്ഥം ക്രിസ്തുവാകുന്ന പാറമേൽ നാം നിൽക്കുന്നവരായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത് ചിന്തിക്കുമ്പോൾ ഒരു പാറയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം പാറമേൽ
ഭവനം പണിയുന്നവരായിരിക്കണം. ആ വാക്യമാണ് മത്തായി സുവിശേഷം 7:24 നാം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അടുത്ത ഭാഗം നാം ചിന്തിക്കുമ്പോൾ പാറയിൽ ആശ്രയിക്കുന്നവർ ചെയ്യേണ്ടത്. ഉത്തമഗീതം 2-ാം അധ്യായം 14-ാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ എന്നിവിടെ സംബോധന ചെയ്യുന്നു. അതിൻ്റെ സവിസ്താരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പാറയിൽ എന്ത് ചെയ്യണം? മറഞ്ഞിരിക്കുക. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ എന്നവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പാറയുടെ പിളർപ്പിൽ നാം എന്ത് ചെയ്യണം? മറഞ്ഞിരിക്കുന്നവർ ആയിരിക്കണം. പാറയിൽ മറഞ്ഞിരിക്കുക. അതാണ് പറഞ്ഞത്, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതം കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. 91 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പാറയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത് പറഞ്ഞത് ഇങ്ങനെയാണ്: പാറയുടെ പിളർപ്പിൽ നാം മറഞ്ഞിരിക്കണം, പാറയിൽ മറഞ്ഞിരിക്കുക. അടുത്ത ഒരു വാക്യം കൂടി ചിന്തിക്കുമ്പോൾ യെശയ്യാപ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാപ്രവചനം 2-ാം അധ്യായം 10-ാമത് വാക്യം: യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മണ്ണിൽ ഒളിച്ചുകൊള്ളുക. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നാം എല്ലാം ഇപ്പം ഭവനം പണിയുമ്പോൾ നമ്മളിത് മണ്ണ് മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ തറ കെട്ടാൻ, അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുവാൻ വേണ്ടി നമ്മൾ മണ്ണ് മാറ്റി അത് നല്ല കട്ടിയായ സ്ഥലത്ത് അല്ലെങ്കിൽ പാറ സ്ഥലത്ത് ആകുന്നോടം വരെ നമ്മളതിനെ ബിൽഡിങ്ങിൻ്റെ തറ എടുക്കാനായിട്ട് ഇടയത്തിന് വാനം മാന്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ചെയ്യുന്ന നിമിഷത്തിൽ ഉറപ്പേറിയ സ്ഥലത്തേക്ക് ചെന്ന് ഏറ്റവും ഒടുവിലാണ്, ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്ത് പാറ കാണുവാനിടയെത്തുന്നത്. എന്നാൽ ഇവിടെ ഈ പ്രവചന പുസ്തകത്തിൽ നാം വായിച്ചിട്ട് യെശയ്യാ അവിടെ പറയുന്നു, നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിക്കുക. ആദ്യം പാറ കണ്ട് മണ്ണിൽ ഒളിക്കുക എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരു മർമ്മമാണ്, മർമ്മങ്ങളുടെ പുസ്തകമാണ്. അത് എന്താണ് രേഖപ്പെടുത്തുക? ആത്മീയ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ പാറയിൽ കടന്നു മണ്ണിൽ ഒളിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആകുന്ന പാറയിൽ ആയി നാം മരിക്കപ്പെടണം. അതായത് ഒന്നുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, മരിക്കപ്പെടുന്നതിന് മുൻപ് നാം ക്രിസ്തുവിൻ്റെ പൈതലായി മാറ്റപ്പെടണം. അതിനുശേഷം നാം മരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ 1 തെസ്സലോനിക്കർ 4:16 ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരു മേഘത്തിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യുന്നു പറയുന്നു. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ കാഹളധ്വനി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ക്രിസ്തുവിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ കാഹളധ്വനി ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. അതാണ് ഇവിടെ പറഞ്ഞത്, മരിക്കപ്പെടുന്നതിന് മുമ്പ് നീ ക്രിസ്തുവിലായി മരിക്കപ്പെടണം. പാറയിൽ കടന്ന് മണ്ണിൽ ഒളിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തുവിലായി നാം മരിക്കപ്പെടണം എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ, ഈ ക്രിസ്തുവിൽ മരിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കണം. ആ സ്റ്റെപ്പായിട്ട് വരുമ്പോൾ ക്രിസ്തുവിൽ മരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതിനായി കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതായത് ബുദ്ധിമാൻ്റെ 2ാമത്തെ ലക്ഷണമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. അതായത് പാറമേൽ വീട് പണിയുന്നവൻ ആയിരിക്കണം ബുദ്ധിയുള്ള മനുഷ്യൻ. അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ 3-ാമത്തെ ഭാഗം എണ്ണ കരുതിക്കൊള്ളുന്നവർ ആയിരിക്കും. മത്തായി സുവിശേഷം 25-ാമത് വാക്യം. ഇത് മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നാം ചിന്തിച്ചതാണ്. ഇന്നും നമ്മളത് ചിന്തിക്കാൻ ഇടയായിത്തീരുന്നു. മത്തായി 25-ാം അധ്യായം 4-ാമത് വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്:
ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഇവിടുന്ന് 1 വാക്യം മുതൽ വായിക്കുമ്പോൾ, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഈ സംഭവത്തിൽ, ഈ ഉപമയിൽ കൂടി ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ അതിനകത്ത് പഠിക്കേണ്ടത്. ഏതാണ്ട് 10-14 ഗ്രൂപ്പുകാർ ഈ ഖണ്ഡികയിൽ, ഈ സംഭവത്തിൽ ദൈവാത്മാവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും എല്ലാം എടുക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമാൻ്റെ ലക്ഷണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എണ്ണ കരുതിക്കൊള്ളുന്നവർ ആയിരിക്കും. അങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. എണ്ണ കരുതിക്കൊള്ളുന്നവർ ബുദ്ധിമാൻ്റെ ലക്ഷണം. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു എന്നാണ് വായിക്കുന്നു. അപ്പോൾ മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് എല്ലാവരും വിളക്കൊക്കെ എടുത്ത് പോയെങ്കിലും, ഒരുക്കത്തോടു കൂടിയൊക്കെ പോയെങ്കിലും, ആ സ്റ്റോക്കായിട്ട് സാധനം അവരുടെ കയ്യിൽ കരുതുവാൻ ബുദ്ധിയില്ലാത്തവർ എടുക്കാതെ ഇരുന്നപ്പോൾ, ബുദ്ധിയുള്ളവരെന്ത് ചെയ്തു? വിളക്ക് മാത്രമല്ല, അവരുടെ കയ്യിൽ എണ്ണ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള ആ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആ പരിശുദ്ധാത്മാവിൽ ആ എണ്ണ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ ഇതെല്ലാം നാം കരസ്ഥമാക്കുമ്പോൾ അത് നമ്മളോട് എന്ത് ചെയ്യണം? അത് നാം പ്രാപിക്കുന്നതിൽ ഉപരിയായി നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് ദാവീദ് കല്ല് എടുത്ത് സ്റ്റോക്ക് ചെയ്തതുപോലെ നാം ലഭിക്കുന്ന സമയം കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് കരുതിക്കൊണ്ടു കഴിഞ്ഞാൽ ആവശ്യം വരുമ്പം എടുത്ത് പ്രയോഗിക്കുവാൻ നമുക്ക് സാഹചര്യ ദൈവം ഉളവാക്കും. അതിനായി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അത് നമുക്ക് കരസ്ഥമാക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കരുതിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം തിരുവചനം പഠിക്കുകയും ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും ദൈവവചനത്തിൻ്റെ ഹിതപ്രകാരം, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ തന്നെ വളർച്ച പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. തക്ക സമയത്ത് ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതൊക്കെയാണ് ആ പദം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. എണ്ണ കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്കായിട്ട് പ്രത്യേകമായി നമുക്ക് കരുതിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആത്മീയാർത്ഥം എന്ന് പറയപ്പെടുന്നത്. 4-ാമത്തെ ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ, ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട് ആയിരിക്കുന്നത് രേഖപ്പെടുത്തി തിരുവചനം പഠിക്കുമ്പോൾ, സദൃശവാക്യയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം, സദൃശവാക്യം 15-24 ഇങ്ങനെ വായിക്കുന്നു: ബുദ്ധിമാൻ്റെ ജീവിത യാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുദ്ധിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, അതായത് ഉയരത്തിലെ കാര്യം ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആത്മീയ തലത്തിൽ ചിന്തിക്കാം. അപ്പോൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ മറ്റു ഇതര കാര്യങ്ങളൊന്നും, നമുക്ക് വസ്ത്രമോ പാർപ്പിടമോ ആഹാരമോ ഇതൊന്നും വേണ്ട. ഈ ലോകത്തായിരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യമൊന്നും വേണ്ട എന്നുള്ളതല്ല. അതിലും ഉപരി നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉയരത്തിലെ സ്വർഗീയമായിരിക്കുന്നൊരവസ്ഥ നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ കരുതിക്കൊള്ളണം എന്നുള്ളതാണ് ആത്മീയ അർത്ഥം എന്ന് പറയപ്പെടുന്നത്. ഒരു വാക്യം കൂടെ, പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ അതിന് ആധാരമായി നമുക്കൊരു വാക്യം വയ്ക്കാം. കൊലോസ്യ ലേഖനം 3-ന്റെ 1, 2, 3 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു. അതിൻ്റെ 2-ാം ഭാഗമാണ് നമ്മുടെ പ്രധാന വിഷയം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ അർത്ഥം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതര കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള, വിദ്യാഭ്യാസം വേണ്ട, പഠിത്തം വേണ്ട, മറ്റിതര ജോലികളൊന്നും വേണ്ട എന്നല്ല എൻ്റെ അർത്ഥം. അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അതിലും ഉപരി കർത്താവിൻ്റെ സന്നിധിക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ, ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ നാം ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതുന്ന ദൈവമെന്നാണ്
ഇതിൻ്റെ ആത്മീയാർത്ഥം എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഭൂമിയിൽ ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അവൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നവൻ ആയിരിക്കും. അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട് ആകുന്നു എന്ന സദൃശവാക്യത്തിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുന്നത്. അടുത്തൊരു വാക്യം കൂടെ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ കാര്യം, ബുദ്ധിമാൻ്റെ ലക്ഷണം ശാന്തമാനസൻ ആയിരിക്കും. സദൃശവാക്യം 17-ാം അധ്യായം 27-ാമത് വാക്യം. സദൃശം 17-ന്റെ 27-ാമത് വാക്യം. വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. അപ്പം ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ ശാന്തമാനസൻ, ശാന്തതയുള്ള ആളായിരിക്കും ബുദ്ധിമാൻ എന്ന് പറയുന്നത്. വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും ചിന്തിക്കാനിടയിൽ തീർന്നു. ഓരോ കോപം ചിലർക്ക് ഓരോ ബുദ്ധിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു സ്വഭാവത്തിൽ നാം കാണുവാനിടയായി തീർന്നു. അവർ അല്പബുദ്ധിക്കാരൻ എന്നുള്ള ഭാഗം ചിന്തിച്ചപ്പോൾ കാരണം കൂടാതെ കോപിക്കും, കാര്യമില്ലാതെ സംസാരിക്കും, എല്ലാവരെയും വിശ്വസിക്കും, ആവശ്യമില്ലാതെയുള്ള ചുമതല വഹിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. അതുപോലെ പെട്ടെന്ന് താൻ കോപിക്കുക, പെട്ടെന്ന് അതിനെ പ്രതികരിക്കുക, ഇതൊക്കെയുള്ള അങ്ങനെയൊന്നുമല്ല. ഒരു ബുദ്ധിമാൻ എന്താ ചെയ്യുന്നത്? അവൻ ശാന്തമായിട്ട് നിന്നതിനെ ആലോചിച്ച് ഗുണദോഷങ്ങളെ മനസ്സിലാക്കി അതിന് വേണ്ട തരക്കുന്ന ക്രമീകരണങ്ങൾ വരുത്തി അതിനൊരു പോംവഴി കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ശാന്തത നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ സദൃശവാക്യത്തിൽ പറഞ്ഞതുപോലെ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ബുദ്ധിമാൻ്റെ ലക്ഷണം എന്നുള്ളതാണ്. 1, ദൈവത്തെ അവർ അന്വേഷിക്കുന്നവരായിരിക്കും. 2, പാറമേൽ വീട് പണിയുന്ന, ക്രിസ്തുവാകുന്ന പാറമേൽ വീട് പണിയുന്നവർ, ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നവർ, പാറയിൽ മറഞ്ഞിരിക്കുന്നവർ, പാറയിൽ അന്തിമ വിശ്രമം കൊള്ളുന്നവരായിരിക്കും. അങ്ങനെ 3-ാമത് കേട്ടത് എണ്ണ കരുതിക്കൊള്ളുന്നവനായിരിക്കും. 4-ാമത് കേട്ടത് ഇങ്ങനെയാണ്, യാത്ര മേൽപോട്ടായിരിക്കും, ഉയരത്തിലെ കാര്യം ചിന്തിക്കുന്നവരായിരിക്കും ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. 5-ാമത് കേട്ടത് ഇങ്ങനെയാണ്, ശാന്തമാനസൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കാരണം അത് കോപിക്കാതെ വണ്ണം വളരെ ശാന്തമായിട്ട് ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും ശാന്തമായിട്ട് അതിനെ കണ്ട് അതിനൊരു പരിഹാര മാർഗം കണ്ടുപിടിക്കുവാൻ ദൈവവചനത്തിൽ കൂടി നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നന്നായി തീരുവാൻ കർത്താവ് ഈ ക്ലാസ് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നാശംസിച്ചും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ തിരുവചന പഠനത്തിലുള്ള ബന്ധത്തിൽ അല്പനിമിഷം ഞങ്ങളായിരുന്നല്ലോ. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾവികരായ എൻ്റെ മക്കളെ തൃക്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ടതായിരിക്കുന്ന വചനം ആ നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ അവർക്ക് ഇടയാക്കി തീർക്കണമാണെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാൻ അടിയനെന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുനാമം മഹത്വം എടുക്കണം. ഈ ക്ലാസ്സെല്ലാം അവർക്ക് പ്രയോജനമായി തീരുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവെ, എല്ലാം അങ്ങയുടെ നാമം മഹത്വനായി തീരണം. പ്രാർത്ഥന കേട്ടേക്കാൾ സ്തോത്രം. സകലം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.